ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണ് ശബരിമല യാത്ര. ഒരർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതയാത്ര തന്നെയാണ് മോക്ഷത്തിന്റെ പരമപീഠത്തിലേക്കുള്ള ഈ പ്രയാണവും. സുഖലോലുപതകൾ ക്ഷണികമാണെന്നും മോക്ഷപദത്തിലേക്കുള്ള പടവുകൾ എല്ലാം പരിത്യജിച്ചുകൊണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തുന്ന യാത്ര. ഒന്ന് ഇരുന്നെണീക്കാൻ പോലും മടികൂട്ടുന്ന ഇക്കാലത്ത് സ്വന്തം ദേഹത്തിന്റെ കായികക്ഷമതയും മനസ്സിന്റെ മനോബലവും തിരിച്ചറിയാൻ സഹായിക്കുന്ന വേള. വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഒരു സന്യാസ ജീവിതം നയിക്കുന്നത് നമ്മുടെ ജീവിതചര്യകൾക്ക് ഒരു അടച്ചുറപ്പുണ്ടാക്കുമെന്നത് സത്യം. ഒപ്പം നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ മനസ്സിനെ പരിഭാഗമാക്കാനും കഴിയുന്നു. തത്വമസി എന്ന ശബരിമലയുടെ മുൻഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഭക്തനും ഈശ്വരനും ഒന്നാണ് എന്നുള്ളൊരു മഹാതത്വമാണ്. ഉപനിഷത്തിന്റെ മഹാവാക്യമായ തത്വമസിയുടെ ഉദ്ദേശം തന്നെ ഭക്തനും ഈശ്വരനും വ്യത്യാസമില്ല, ഒന്നാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഭഗവാനിൽ വന്ന് ലയിച്ചു ചേരുക എന്നുള്ള മനോഹരമായ ലക്ഷ്യം തന്നെയാണ് ഇവിടെ. ഇതാണ് അപൂർവമായി കിട്ടുന്നതാണ് ഒരു മനുഷ്യജന്മം. മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഉദ്ദേശ ലക്ഷ്യം മോക്ഷപ്രാപ്തി തന്നെയാണ്, ഭഗവാനിൽ ലയിച്ചു ചേരുക എന്നുള്ളത് തന്നെയാണ്. അതിന് തന്നെയാണ് തത്വമസി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി തന്നെ ക്ഷേത്രമായി മാറുന്ന ശബരിമലയുടെ അനുപമ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ മണ്ഡല മകരവിളക്ക് കാലത്തെ ആരവങ്ങൾക്ക് ശേഷം മാസപൂജ കാലത്താണ് ഇവിടേക്ക് എത്തേണ്ടത്. തീർത്ഥാടന കാലത്തെ തിക്കിത്തിരക്കിൽ കാണാതെ പോകുന്ന കാഴ്ചകൾ പലതും നമ്മുടെ കണ്ണുകളിൽ വന്നു നിറയും ഈ കാലയളവിൽ. നയനാനന്ദകരമായ ആ കാഴ്ചകൾ അത് പറഞ്ഞ് അറിയേണ്ടവയല്ല, കൺപാർത്ത് അനുഭവിക്കേണ്ടുന്ന കാഴ്ചകളാണ്. മാസപൂജാകാലത്തെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ നയനാനന്ദകരമായ കാഴ്ചകൾ പമ്പയിൽ നിന്ന് തന്നെ അനുഭവിച്ചു തുടങ്ങണം. മണ്ഡലകാലത്ത് പുഴ മെലിയുകയും തീർത്ഥാടകരെ കൊണ്ട് കര നിറയുകയും ചെയ്യുമ്പോൾ മാസപൂജാകാലത്ത് ചിത്രം ഇങ്ങനെ മാറിമറിയുന്നു. മണ്ഡല തീർത്ഥാടനകാലം കളഞ്ഞിട്ടു പോകുന്ന മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് മഴ പെയ്തൊഴിയുമ്പോഴാണ് പൂങ്കാവനത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം തെളിയുന്നത്. തിക്കിത്തിരക്കില്ലാതെ സ്വാമി ദർശനം നടത്താവുന്ന
അപൂർവ അവസരമാണ് ഞാറ്റുവേലകൾക്കിടയിലെ മാസപൂജാവേളകൾ നൽകുന്നത്. കാടിൻ്റെ പ്രസാദാത്മകമായ മുഖം കണ്ടറിഞ്ഞ് മല കയറാനുള്ള സൗഭാഗ്യം, ഇതിനെയാണ് ശ്രീ അയ്യപ്പന്റെ അനുഗ്രഹമെന്ന് വിളിക്കേണ്ടത്. മഴമേഘങ്ങളുടെ തണലത്ത് വെയിൽ ചൂടില്ലാതെയുള്ള മലകയറ്റം പഴയ തലമുറയ്ക്ക് കിട്ടാതിരുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് ഇത്. മകരവിളക്കിനു മാത്രം മലമുകളിൽ വിളക്ക് വയ്പുണ്ടായിരുന്ന ഒരു കാലം. അന്ന് കടുവകളുടെയും ആനകളുടെയും മേച്ചിൽപ്പുറമായിരുന്ന കാട് വകഞ്ഞു മാറ്റി രണ്ടും കൽപ്പിച്ച് മല കയറിയ പൂർവ്വസൂരികൾ. ഇന്ന് മലയാത്രയ്ക്ക് സാഹസികത വേണ്ട. ദേശാന്തരങ്ങളിലേക്ക് നീണ്ടുപോകുന്ന കാനനയാത്രയുടെ ദേഹാസ്വാസ്ഥ്യവും ഇല്ല. എരുമേലിയിൽ നിന്ന് അഴുതയുടെയും കരിമലയുടെയും കയറ്റിറക്കങ്ങളിലൂടെ 40 നാഴിക നീണ്ടുകിടക്കുന്ന ദുർഗമമായ കാനനപാതയാണ് പണ്ട് പൂർവികരുടെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നീലിമലയുടെ പാതകത്തോളം വാഹനയാത്രയ്ക്ക് സൗകര്യം. പണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രം തിരിതെളിഞ്ഞിരുന്ന കാനന ശ്രീലകത്തിൽ ഇന്ന് ഓരോ മലയാള മാസത്തിൻ്റെയും ആദ്യ നാളുകൾ തീർത്ഥാടന കാലമാണ്. ഇരുപത്തിനാല് ദിവസത്തെ ഇടവേളയിൽ തുറന്നടയുന്ന ക്ഷേത്രനട. തേജോമണ്ഡലമധ്യകം നൃനയനം ദിവ്യാംബരാലങ്കൃതം ദേവം പുഷ്പചരേഷുജാവലസൻ മാണിക്യപാത്രാഭയം വിഭ്രാണാങ്കരപങ്കജൈർമദഗജസ്കന്ധാതിരൂഢം വിഭും. എല്ലാ മലയാള മാസത്തിൻ്റെയും അവസാന ദിവസം വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് യോഗനിദ്രയിലാണ്ടിരിക്കുന്ന സ്വാമി അയ്യപ്പനെ നെയ്വിളക്ക് തെളിയിച്ച് ഭക്തജന സാന്നിധ്യം അറിയിക്കും. അന്ന് മറ്റു പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ തൊട്ടടുത്ത ദിവസം മലയാള മാസം 1-ാം തീയതി രാവിലെ സ്വാമി സുപ്രഭാതത്തോടെയാണ് സന്നിധാനം ഉണരുക. സഹ്യാദ്രേഃ ദക്ഷിണസ്യാം ദിശി കരിഗിരിരിത്യാഖ്യയാ ഭൂഷിതസ്സൻ ഭൂഭൃത്വർയോസ്തി തുംഗഃ സുമഹിതശബരീ പുണ്യനാംനാ പ്രസിദ്ധഃ തസ്മിൻ നിർഭാസമാനം കലിയുഗവരദം സ്തൗമ്യഹം നിത്യമേനം സ്വാമിൻ ഭൂ ബ്രഹ്മചാരിൻ
ഹരിഹരജ വിഭോ ജായതാം സുപ്രഭാതം. ചുറ്റുമുള്ള 18 മലകളിലും മാറ്റൊലികൊള്ളുന്ന ഗന്ധർവ ശബ്ദത്തിൽ അയ്യപ്പന് ഒരു ഉണർത്തുപാട്ട്. അദ്രേഹേ ശൃംഗം പ്രയാതും ഹരിഹരതനയം ദ്രഷ്ടുമിച്ഛൻ സുഭക്ത്യാ നിഷ്ഠാനുഷ്ഠാനപൂർവം സുമഹിത തുളസീമാല്യധാരീ ച കണ്ഠേ ദേവം തം പൂർവരാത്രീ ഭജതി ധൃതമതി പ്രാർത്ഥയേഹം തദർത്ഥം. നിർമ്മാല്യവും അഭിഷേകവും കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പന്റെ ഇഷ്ടവഴിപാടായ നെയ്യഭിഷേകത്തിന് തുടക്കമാകും. ഭക്തർ കൊണ്ടുവരുന്ന നാളികേരത്തിലെ നെയ്യാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. ജായതാം സുപ്രഭാതം. ഇതിനിടയ്ക്ക് കന്നിമേൽ ഗണപതിക്ക് പതിവുള്ള ഗണപതി ഹോമം. നിർമ്മാല്യം കഴിഞ്ഞു തുടങ്ങുന്ന അഭിഷേകത്തിന് ഇടവേളയായി രാവിലെ 7:30 ഉഷപൂജ നടക്കുന്നു. തുടർന്ന് ഉച്ചപൂജ വരെ നെയ്യഭിഷേകം തുടരും. ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ വൈകിട്ട് നട തുറന്ന് 6:30 ദീപാരാധന നടത്തുന്നു. തുടർന്ന് എല്ലാ ദിവസവും പുഷ്പാഭിഷേകവും ഉണ്ടാകും. ഇതേ തുടർന്നാണ് 18 തത്വസോപാനങ്ങൾക്കുള്ള ആരതിയായ പടിപൂജ നടക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്ന 18 പടികൾക്കുള്ള പൂജയാണ് പടിപൂജ. മാസപൂജ കാലത്ത് മാത്രമാണ് ഭക്തർക്ക് പടിപൂജയുടെ പുണ്യം നുകരാനാകുന്നത്. ക്ഷേത്രത്തിലെ മൂർത്തിയെ മാത്രമല്ല, ക്ഷേത്രം കുടികൊള്ളുന്ന പ്രകൃതിയെ തന്നെ ആരാധിക്കുന്ന ഈ അപൂർവത ഒരുപക്ഷെ ശബരിമലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്നതാണ്. ദീപാരാധനയുടെ ആരതി ഒഴിഞ്ഞുകൊണ്ട് ശ്രീലകത്തു നിന്നും സോപാനപ്പടവുകളിലൂടെ സന്ധ്യയുടെ പടിയിറക്കം. ഇനിയുള്ള ആരാധന പഞ്ചഭൂതങ്ങളെയും അഷ്ടരാഗങ്ങളെയും ത്രിഗുണങ്ങളെയുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന 18 പടികളിലാണ്. ആരാധന ഏറ്റുവാങ്ങാൻ പട്ടും പൂക്കളും അണിഞ്ഞുകൊണ്ട് 18 പടിയുടെ ചമഞ്ഞൊരുക്കം. ശ്രീലകത്തെ തേജോ വിഗ്രഹം മാത്രമല്ല, അതിലേക്കുള്ള ചവിട്ടുപടി പോലും ഭക്തന് തൊഴുതു പൂജിക്കാനുള്ളതാണ് ഇവിടെ ഈ ശബരിമലയിൽ. ശബരിമല പൂങ്കാവനം എന്നറിയപ്പെടുന്നത് 18 മലകളാൽ ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. എല്ലാ ഇത് ഓരോ മലദൈവങ്ങളുടെ സങ്കല്പമുണ്ട്. ആ 18 മലയിലെ മലദൈവങ്ങളെ ഇവിടെ കുടിയിരുത്തിക്കുന്നു എന്നാണ് വിശ്വാസം.
അതിനുള്ള പ്രത്യേക പൂജയാണ് ഈ പടിപൂജ നടത്തുന്നത്. ഈ 18 ദേവതകൾക്കുള്ള പൂജയാണിത്. എല്ലാ ഭക്തജനങ്ങൾക്ക് എല്ലാ മലയിലും പോയി വണങ്ങി വരാൻ സാധിക്കാത്തതിനാൽ എല്ലാവരുടെയും സാന്നിധ്യ അംശം ഇവിടെ കുടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് തൊഴുത് കയറുമ്പോൾ 18 മലയിൽ തൊട്ട് വന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ഇതിനുള്ള പ്രത്യേക പൂജയാണ് പടിപൂജ എന്നറിയപ്പെടുന്നത്. പടിപൂജ. സ്വർണം പതിഞ്ഞ ഓരോ പടവുകളെയും മോക്ഷപദമായി കണ്ടുകൊണ്ടുള്ള ആരാധന. ഓം ശിവപുത്രായ നമഃ. ഓം മഹാതേജസേ നമഃ. ഓം ശിവകാര്യധുരന്ധരായ നമഃ. ശബരിമലയിലെ ഏറ്റവും നിറപ്പൊലിമയുള്ള ചടങ്ങ് കൂടിയാണ് ഇത്. വഴിപാടുകളിൽ ഏറ്റവും ചിലവേറിയതും. 18 പടികൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂങ്കാവനത്തിലെ 18 മലകളെയാണ്. ഓരോ പടിക്കും നൈവേദ്യം നൽകി തന്ത്രി കർപ്പൂരാരതി ഒഴിയുമ്പോൾ അത് 18 മലകൾക്കുള്ള സമർപ്പണം കൂടിയാകുന്നു. എട്ട് ദിക്കുകളിലും ശ്രീഭൂതങ്ങളെപ്പോലെ സന്നിധാനത്തെ കാക്കുന്നതിന് നൽകുന്ന സ്നേഹാർച്ചന. പതിനെട്ടാം പടിയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഈ വഴിപാട് തിരക്കുള്ള മണ്ഡലമകരവിളക്ക് കാലത്ത് പതിവില്ല. മാസപൂജക്കാലത്ത് മാത്രമാണ് പടിപൂജ കാണാനുള്ള സൗഭാഗ്യം ഭക്തർക്ക് ലഭിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലെ നിർമ്മാല്യ ദർശനം പോലെ തന്നെ ശബരിമലയിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അത്താഴപൂജയ്ക്ക് ശേഷം ഹരിഹരാഷ്ടകം ചൊല്ലി നടയടയ്ക്കുന്ന പരമപാവനമായ ചടങ്ങ്. ശ്രീകോവിലിനുള്ളിൽ പൂജാരിമാരും സോപാനത്ത് സന്നിഹിതരായിരിക്കുന്നവരും ചേർന്ന് ഹരിവരാസനം ചൊല്ലി അയ്യപ്പനെ യോഗനിദ്രയിലേക്ക് ആനയിക്കുന്ന ആ അനുഭവം അത് അനുഭവിച്ചറിയേണ്ട കാഴ്ച തന്നെയാണ്. അത്താഴപൂജ കഴിഞ്ഞു. അനുഗ്രഹമേകാൻ ഉണർന്നിരുന്ന അയ്യപ്പന് ഇനി യോഗസമാധിയുടെ നേരം. കാരുണ്യമൂർത്തിയുമായ ശ്രീ ധർമ്മശാസ്താവിന്റെ ഉറക്കുപാട്ടായ ഹരിവരാസന കീർത്തനം തുടങ്ങുമ്പോൾ സന്നിധാനത്തുള്ള എല്ലാ അയ്യപ്പഭക്തന്മാരും കടകൾ നടത്തുന്ന അയ്യപ്പന്മാരും ഭക്തിയാഗ്രഹപൂർവ്വം എഴുന്നേറ്റ് നിന്ന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രവുണ്ടാകുവാൻ അറിയിക്കുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. യോഗനിദ്രയിലേക്ക് നടന്നെടുക്കുന്ന അയ്യപ്പന് ഹരിവരാസന ഗാനാർച്ചന കൊണ്ട് അനുയാത്ര. ഹരിഹരാത്മജം ദേവമാശ്രയേ. ഏകമുഖ രുദ്രാക്ഷമാല ചാർത്തി കൈത്താങ്ങായി യോഗദണ്ഡ് വച്ച്
ഭസ്മത്തിന്റെ പുതപ്പണിയിച്ചുകൊണ്ടാണ് അയ്യപ്പനെ കുഞ്ഞുറക്കത്തിലേക്ക് യാത്രയാക്കുന്നത്. ഹരിവരാസനമെന്ന അഷ്ടകം കൊണ്ട് വികാരനിർഭരമായ ഒരു യാത്രയയപ്പ്. ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം. ഹരിവരാസനാഷ്ടകം അയ്യപ്പന്റെ ഉറക്കുപാട്ടായി 50കളിലാണ് ശബരിമല ശ്രീലകത്ത് മുഴങ്ങിത്തുടങ്ങിയത്. കമ്പക്കുടി കുളത്തൂർ അയ്യർ എഴുതിയതായി അറിയപ്പെടുന്ന ഈ അഷ്ടകത്തിന്റെ യഥാർത്ഥ രചയിതാവ് ശാസ്താംകോട്ട കോന്നകത്ത് ജാനകിയമ്മയാണ് എന്ന വാദം ഏറെ നാളായുണ്ട്. 1923 ജാനകിയമ്മ എഴുതിയതായി പറയപ്പെടുന്ന ഈ കീർത്തനം വരികളിലെ ഭക്തിപാരമ്യവും ആലാപന സൗന്ദര്യവും ചേർത്തുവെച്ചുകൊണ്ടാണ് ശ്രദ്ധേയമായി തീർന്നത്. ശബരിമലയിലെ അവസാനത്തെ വെളിച്ചപ്പാടായിരുന്ന അനന്തകൃഷ്ണയ്യരുടെ മകളാണ് ശാസ്താംകോട്ട മനക്കര മേച്ചിറയിൽ വീട്ടിൽ ജാനകിയമ്മ. ആദ്യകാലത്ത് പുറക്കാട്ട് ക്ഷേത്രത്തിലെ ഭജനസംഘവും കല്ലട സംഘവുമൊക്കെ ഈ പാട്ട് ജാനകിയമ്മയിൽ നിന്ന് പകർത്തിയെടുത്ത് പല താളങ്ങളിൽ പാടി. 1963 തിരുവനന്തപുരം ജയചന്ദ്ര ബുക്ക് ഡിപ്പോയിൽ നിന്നിറങ്ങിയ കീർത്തന സമാഹാരത്തിലാണ് ഹരിഹരാത്മരാഷ്ടകം എന്ന തലക്കെട്ടിൽ ഈ കീർത്തനം ആദ്യമായി അച്ചടിച്ചത്. ഇതിൽ സമ്പാദകൻ എന്നാണ് കമ്പക്കുടി കുളത്തൂർ അയ്യരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ ഹരിവരാസനത്തിന്റെ സൃഷ്ടാവ് കമ്പക്കുടി കുളത്തൂർ അയ്യരാണ് എന്നാണ് കാണപ്പെടുന്നത്. തർക്കം അങ്ങനെ ഇങ്ങനെ നീളുമ്പോൾ ഇവരിൽ ആര് തന്നെയായാലും ഭക്തിയുടെ പരമകോടിയിൽ ഭക്തന്റെ കണ്ണുകളെ ഈർന്നണിയിക്കുന്ന ആ വരികളുടെ യഥാർത്ഥ സൃഷ്ടാവിനെ നമിക്കാതെ വയ്യ. ആദ്യകാലത്ത് ഉടുക്കുകൊട്ടി വെറുമൊരു അഷ്ടകമായി ആലപിച്ചിരുന്ന ഹരിവരാസനത്തെ ജി ദേവരാജൻ എന്ന സിനിമാ സംഗീതത്തിന്റെ വാഗേയകാരൻ മധ്യമാവധി രാഗത്തിന്റെ ചിറകിലേറ്റി ലോകം മുഴുവനെത്തിച്ചു. ഒരു ഗന്ധർവ ഗായകന്റെ മാന്ത്രിക ശബ്ദത്തിലൂടെ. ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇന്ന് ഹരിവരാസനമെന്നാൽ ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ അഭൗമനാദത്തിൽ ഉയർന്നു കേൾക്കുന്ന ദേവരാജ സംഗീതമാണ്. ശ്രീലകത്തെ പാടിയുറക്കൽ ചടങ്ങിന്റെ പോലും ഭാഗമായി കഴിഞ്ഞു ഈ ഗന്ധർവ സംഗീതം. വിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം. മനോഹര ഗാനവുമായി അയ്യപ്പനെ പാടിയുറക്കി ശാന്തിക്കാർ നടയടച്ച് പിൻവാങ്ങുമ്പോൾ കണ്ണീർ തീർത്തമണിഞ്ഞ് ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷിയായി പുരുഷാരവവും. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. മഞ്ഞിന്റെ വൽക്കലം പുതച്ച് ഈ മാമലയും ഉറക്കത്തിലാവുകയാണ്. ഒപ്പം നമ്മളും. പഞ്ചാദ്രീശ്വരി മംഗളം ഹരിഹര പ്രേമാകൃതേ മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണി മംഗളം പഞ്ചാസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം
പഞ്ചാസ്ത്രോപമ മംഗളം ശ്രുതിശിരോലങ്കാര സന്മംഗളം